അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കരിച്ചാലുടൻ അഥവാ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാലുടൻ വലത് കൈകൊണ്ട് നെറ്റിത്തടത്തിൽ തടവൽ സുന്നത്തുണ്ട്. അതായത് വലത്തെ മുൻകൈയിൻ്റെ പള്ളഭാഗം കൊണ്ട് നെറ്റിത്തടത്തിൽ തടവുകയും ശേഷം ആ കൈ മുഖത്തുകൂടെ താടിയെല്ല് വരെ നടത്തുകയും ചെയ്യുക. നിസ്കരിച്ചാലുടൻ ചെയ്യൽ സുന്നത്തുള്ള ഒരു കർമ്മമാണിത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖളാ സ്വലാത്തഹു മസഹ ജബ്ഹതഹു ബികഫിഹിൽ യുംനാ. നബി തങ്ങൾ നിസ്കാരം കഴിഞ്ഞാലുടൻ അവിടുത്തെ വലത് കൈയിൻ്റെ അഥവാ വലത്തെ മുൻകൈ കൊണ്ട് അവിടുത്തെ നെറ്റിയിൽ തടവാറുണ്ടായിരുന്നു. സുമ്മ അമർറഹ അലാ വജ്ഹിഹി. തടവിയ ശേഷം മുഖത്തുകൂടെ ആ കൈ നടത്തുമായിരുന്നു. ഹത്താ യഅതിയ ബിഹാ അലാ ലിഹ്യതിഹി ശരീഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടിയിലൂടെ അങ്ങനെ ആ കൈ കൊണ്ടുപോയി അത് അവസാനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നിസ്കരിച്ചാലുടൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. നിസ്കരിച്ചാലുടൻ ചൊല്ലേണ്ടത് നമ്മൾ ചൊല്ലാറുണ്ട്. അതേ സമയത്ത് നിസ്കരിച്ചാലുടൻ ചെയ്യേണ്ട കാര്യം ഈ കാര്യം കൂടെ നമ്മൾ ചെയ്യണം. വലത്തെ കൈ കൊണ്ട് നെറ്റിത്തടം തടവി ആ കൈ മുഖത്തുകൂടെ താടിയിലൂടെ പുറത്തേക്കെടുക്കുന്ന രീതി, അതൊരു സുന്നത്തായ കർമ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതേസമയം നിസ്കാരത്തിൽ ഒരു കാരണവശാലും മുഖം തടവുന്ന സാഹചര്യം ഉണ്ടാകാനും പാടില്ല. അള്ളാഹുവിനോട് നടത്തുന്ന മുനാജാത്താണല്ലോ നിസ്കാരം, അള്ളാഹുമായുള്ള സംഭാഷണമാണല്ലോ. ആ സംഭാഷണത്തിനിടയിൽ അള്ളാഹുവും നമ്മളും തമ്മിൽ ഹിജാബ് സൃഷ്ടിക്കുന്ന, മറ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഈ മുഖം തടവൽ, അത് ജഫാഇൻ്റെ ഭാഗമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇഹ്യായിൽ അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ അള്ളാഹുവിനോട് പിണങ്ങി എന്നതിൻ്റെ അടയാളമാണ് നിസ്കാരത്തിൽ മുഖം തടവുന്നത്. എന്നാൽ നിസ്കാരം കഴിഞ്ഞാലുടൻ ഈ രീതിയിൽ മുഖം തടവൽ അല്ലെങ്കിൽ നെറ്റി തടവൽ, മുഖത്തിലൂടെ കൈ നടത്തൽ സുന്നത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ ഈ സുന്നത്ത് കൂടി നാം നിർവഹിക്കുന്നവരാവുക, ഹയാത്താക്കുന്നവരാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.